ഹായ് ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നൊരു കിഡിലായിട്ടുള്ള നമുക്ക് ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. എന്നും ഒരേപോലത്തെ ഫുഡ് കഴിച്ചിട്ട് മടുത്തെങ്കിൽ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ ഇവിടെ ഒരു 3/4 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. കുറച്ച് വലിയ പീസായിട്ടുള്ള ചിക്കൻ എടുത്തിട്ടുള്ളതാണ് കേട്ടോ. അതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക, പിന്നെ കുരുമുളക് പൊടി. ഇത്രയാണ് നമ്മൾ ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുന്നുള്ളത്. ആദ്യം നമ്മൾ ഈ വെള്ളത്തിൽ വെച്ചിട്ട് വേണം നമ്മുടെ ചിക്കൻ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം ഒരു 2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിലുള്ള ഉപ്പും ചേർത്തിട്ട് നമ്മൾക്കൊന്ന് വേവിച്ചെടുക്കാം. ആ സമയത്ത് നമ്മുടെ ചിക്കൻ വെന്തതിന് ശേഷം നമ്മൾ ചിക്കൻ അതിൽ നിന്ന് വെള്ളത്തിൽ നിന്ന് മാറ്റിയെടുത്തിട്ട് അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് 2 ടേബിൾ സ്പൂണാണ് മുളക് എടുത്തിട്ടുള്ളത്. അതേപോലെ 2 ടേബിൾ സ്പൂണാണ് തൈര് ചേർക്കുന്നുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ ഉപ്പ് നോക്കിയിട്ട് ചേർക്കാൻ. നമ്മൾ ചിക്കൻ വേവിക്കുന്ന സമയത്ത് കുറച്ച് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. അത് നോക്കിയിട്ട് വേണം നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇനി 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ പൊടി കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചിട്ട് മാറ്റി വെക്കാം. ഈ സമയത്ത് നമ്മുടെ ചിക്കനൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും. ഇനി നമുക്ക് ഇതൊന്ന് എണ്ണയിലിട്ടിട്ടൊന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ചിക്കൻ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. നമ്മൾ ഡീപ്പ് ഫ്രൈ ആണ് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മൾ ചിക്കൻ ഒന്ന് ഫ്രൈ ആവുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ വേവുന്ന സമയം കൊണ്ട് ചിക്കൻ വേവുന്ന സമയം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പം രണ്ട് പ്രാവശ്യം ഇതൊന്ന് ഫ്രൈ ചെയ്യാനുണ്ട്. നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയിട്ട് കിട്ടും, കാരണം ഓൾറെഡി വെന്ത ചിക്കനാണ്. ജസ്റ്റ് നമ്മളൊന്ന് ഫ്രൈ ചെയ്യുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇനി ബാക്കി നമുക്ക് ചോറിലേക്ക് പോവാം കേട്ടോ. ഇനി സെയിം പാനിൽ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക സ്പൈസസ് ഇട്ട് കൊടുക്കുക കേട്ടോ. കുരുമുളക് അങ്ങനെയുള്ള ഐറ്റംസ് ഇട്ട് കൊടുക്കുക. ഇനി അതിലേക്ക് നമുക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം. ഒരു ഉള്ളി മതി, കൂടുതൽ ഉള്ളിയൊന്നും ആവശ്യമില്ല. ഒരു ഉള്ളി കട്ട് ചെയ്തിട്ട് അതിനൊന്ന് പൊരിച്ചെടുക്കുക. അതേപോലെ തന്നെ ഒരു അര തക്കാളി കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതും ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് ഒരു ബ്രൗൺ കളർ ആകുന്നവരെ നമ്മുടെ ഉള്ളിയും തക്കാളിയും ഒക്കെ ഒന്ന് ഫ്രൈ ആയിട്ട് വരണം. അപ്പോൾ ഇതാ ഏകദേശം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. സംഭവം സൂപ്പറാണ്, എന്തായാലും മസ്റ്റ് ട്രൈ ആണ്, എല്ലാവരും ഉണ്ടാക്കി നോക്കുക. പിന്നെ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടു, അതും ഇട്ടിട്ട് ഒന്ന് ഫുള്ളായിട്ടൊന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് സ്പൈസസ് ഇട്ട് കൊടുക്കാം. ഒരു 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഇനി അതിലേക്ക് ചേർക്കേണ്ട മല്ലിപ്പൊടിയാണ് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മാത്രം മതി. മല്ലിപ്പൊടി ഇട്ടെടുക്കുക, ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഈ സമയത്ത് തന്നെ നല്ലൊരു മണമൊക്കെ വരാൻ തുടങ്ങി നമ്മുടെ മസാലയിൽ നിന്ന്. ഇനി നമ്മുടെ ഇതിനൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കുക. നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞതിന് ശേഷം വീണ്ടും നമ്മൾ ഇതിലേക്ക് ഒന്ന് ചേർക്കുക, തൈര് ചേർത്ത് കൊടുക്കുക. നമ്മൾ ഓൾറെഡി ചിക്കനിലേക്ക് ചേർത്തിട്ടുണ്ട്, എന്നാലും നമ്മൾ ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുക. വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഫുള്ളായിട്ട് തൈരൊക്കെ ഒന്ന് റെഡി ആയതിന് ശേഷം നമ്മൾ ഈ സമയത്ത് ഉപ്പ് നോക്കാം കേട്ടോ. ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ നേരത്തെ ചിക്കൻ വേവിച്ച വെള്ളം ഉണ്ടാവുമല്ലോ, ആ വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ 1 കപ്പ് അരിയാണ് എടുക്കുന്നുണ്ടെങ്കിൽ 2 കപ്പ് വെള്ളം, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ പുതിന, മല്ലിച്ചപ്പ്, പച്ചമുളക് 2 മതി. നമ്മുടെ പുതിന, ഒരു കൈ പുതിനയും മല്ലിച്ചപ്പും ഇട്ട് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഓൾറെഡി നമ്മൾ വേവിച്ചതിൽ വെള്ളത്തിലുണ്ടാവും, എന്നാലും നോക്കിയിട്ട് ചേർത്താൽ മതി. എന്നിട്ട് ഫുള്ളായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ അരി കുതിർത്ത് വെക്കണം. ബാസ്മതി അരിയിലാണ് ഇത് ഏറ്റവും കൂടുതൽ ടേസ്റ്റ്. എൻ്റെ കയ്യിൽ ബാസ്മതി അരി ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് ഞാൻ ജീരകശാലയിൽ ചെയ്തത് കേട്ടോ. അപ്പം അരി കുതിർത്തതിന് ശേഷം ഇട്ട് കൊടുക്കുക കേട്ടോ. ഒരു അരമണിക്കൂർ അരി ഒന്ന് വെള്ളത്തിലിട്ടിട്ട് കുതിർത്തതിന് ശേഷം നമുക്കിതിലിട്ടിട്ട് നന്നായിട്ട് മൂടി വെച്ചിട്ടൊന്ന് തിളപ്പിച്ച് കൊടുക്കുക. അപ്പോൾ അതാണ് നമ്മുടെ അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നന്നായി മിക്സ് ചെയ്തിട്ട് നമ്മളൊന്ന് കവർ ചെയ്ത് കൊടുക്കുക. ഹൈ ഫ്ലെയിമിൽ ഒരു 2-3 മിനിറ്റ്സ് വെക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് അതിന് ശേഷം വെള്ളം ഒന്ന് ലേശം ഒന്ന് വറ്റി വരുന്ന സമയത്ത് ഒന്ന് ഫുള്ളായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഫ്ലെയിം ലോ ഫ്ലെയിമിൽ വെക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇതിൻ്റെ മേലെ ഒന്ന് നിരത്തി കൊടുക്കുക. സംഭവം ഈസിയാണ്, മസാലയൊക്കെ വളരെ കുറവേ ആവശ്യമുള്ളൂ. അതുപോലെ തന്നെ നല്ല സംഭവം അടിപൊളിയാണ്, അത്രക്കും ടേസ്റ്റാണ്. അപ്പോൾ എന്നിട്ട് ഇതിനെ നമ്മൾ ദമ്മിൽ വെക്കാം കേട്ടോ.
ഒരു 15 മിനിറ്റ്സ് ലോ ഫ്ലെയിമിൽ ദമ്മ് വെക്കാം. ഇനിയിപ്പം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നല്ല മണമൊക്കെ വരാൻ തുടങ്ങി. നമ്മുടെ ചോറൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ചിക്കൻ്റെ പീസസ് മാറ്റിയിട്ട് ഫുള്ളായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതല്ലെങ്കിൽ സൈഡിൽ നിന്ന് ഇങ്ങനെ മാറ്റിയെടുത്താലും മതി. നല്ല മണവും നല്ല അത്രക്കും ടേസ്റ്റൊക്കെ ഉള്ളൊരു നമ്മുടെ ചോറാണ്. എന്തായാലും മസ്റ്റ് ട്രൈ ആണ്. എല്ലാവരും ഉണ്ടാക്കി ഫീഡ്ബാക്ക് അറിയിക്കാം.